ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് വേങ്ങയിലുള്ള ഗവൺമെൻറ്റിൻ്റെ വെജിറ്റബിൾ മാർക്കറ്റാണ്. ഞാൻ നേരത്തെ പറയാറുണ്ട് 42 ഏക്കർ 45 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന അതിവിശാലമായൊരു മാർക്കറ്റാണ്. ഇവിടെ കുറേ കഥാപാത്രങ്ങളുണ്ട്, കുറേ കർഷകരുണ്ട്. ആ കർഷകരെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 10, 13, 14 വർഷമായിട്ട് അവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് എൻ്റെ മുന്നിലുള്ളത് ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു, റിട്ടയർ ആയതിനു ശേഷം കൃഷിയിലേക്ക് ഇറങ്ങിയാണ്. ഇവിടെ ഒരുപാട് കാലമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഗുരുവാണ് കൃഷിയിൽ. എനിക്ക് ഒരുപാട് അറിവുകൾ പകർന്നു തന്ന വ്യക്തിയാണ്. പേര് വേലായുധേട്ടൻ. പരിചയപ്പെടുത്തിക്കോളൂ വേലാട്ടാ. സ്വന്തം ഞാൻ പരിചയപ്പെടുത്തിയാൽ മതിയോ? ഓക്കെ. ഇനി എനിക്ക് വേണ്ടത് നിങ്ങളുടെ അനുഭവങ്ങളാണ്. ഇവിടെ കൃഷി ചെയ്തുള്ള അനുഭവങ്ങളും പിന്നെ ഇവിടെ നിങ്ങൾ ഫാർമേഴ്സ് ട്രെയിനിങ് സെൻറ്ററിലൊക്കെ പോയിട്ട് നിങ്ങൾ ഒരുപാട് പിന്നെ പരിശീലനങ്ങളൊക്കെ നേടിയിട്ടില്ലേ? അതും അങ്ങനെ ഇങ്ങനെ ഒരു ഓർഗാനിക് കൃഷിയുടെ ആളാണ്. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ്. ഓക്കെ, നമുക്ക് ഇവരെ അനുഭവങ്ങളെ കടക്കാം. ഇനി ഹലോ വേലാതേട്ടാ, ആദ്യം നിങ്ങളൊന്ന് സ്വയം പരിചയപ്പെടുത്തോ. സ്വയം പരിചയപ്പെടുത്താൻ ഞാൻ വേലായുധൻ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. റിട്ടയർ ചെയ്തിട്ടിപ്പോൾ ഒരു 13 കൊല്ലം കഴിഞ്ഞു. 14ാമത്തെ കൊല്ലമാണിത്. പിന്നെ ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ക്ലാർക്കായിട്ട് വർക്ക് ചെയ്തതാണ്. കൃഷിയായിട്ട് എങ്ങനെയാണ് ബന്ധം? കൃഷിയായിട്ട് ചെറുപ്പത്തിലെ കൃഷിയായിട്ടൊരു ബന്ധമുണ്ട് എനിക്ക്. നമ്മളൊരു എന്താ പറയുക, സഹോദര തുല്യനായ ഒരാളുണ്ടായിരുന്നു, ശങ്കരേട്ടൻ പ്രകൃതി ജീവനൊക്കെ ആയിട്ട് പോകുന്ന ആളായിരുന്നു. മൂപ്പരെ ഒരു നിർദ്ദേശത്തിലും മൂപ്പരോടുള്ള താല്പര്യമൊക്കെ കൂടിയിട്ടാണ് ഞാൻ അങ്ങനെ വന്നത്. ചെറുപ്പത്തിലേ വരുന്നതാണ്. മൂപ്പരാണ് എൻ്റെ കൃഷീൻ്റെ ആളുകൾ. ഓക്കെ, ഇവിടെ എത്ര കാലമായി കൃഷി ചെയ്യുന്നു പച്ചക്കറി? ഇവിടെ ഇപ്പോൾ ഞങ്ങൾ 2015 തുടങ്ങിയാണ്. 2015 ഇവിടെ ഒരു 13 വർഷമായില്ല എല്ലാവരും കൃഷി ചെയ്യാൻ. 10 കൊല്ലം കഴിഞ്ഞ്. അപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ അനുഭവങ്ങൾ അവിടെ? ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇത് ചീടിമണ്ണായതുകൊണ്ടുള്ളൊരു പ്രയാസം മാത്രമേ ഉള്ളൂ. വിളവ് അധികം ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ കൂടിയായിട്ട് ഇങ്ങനെ പോകുന്ന. ഇപ്പോൾ ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല കൃഷിക്ക് ലാഭം പ്രതീക്ഷിക്കാനേ പാടില്ല. അപ്പോൾ കെമിക്കലായിട്ട് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? കെമിക്കലായിട്ട് അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾ മിക്കവാറും ഇത് ജൈവവളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു സ്ഥാപനമില്ലേ, ഫാർമേഴ്സ് ട്രെയിനിങ് സെൻറ്റർ? അപ്പോൾ അവിടെ നിന്നൊക്കെ ട്രെയിനിങ് കിട്ടാറുണ്ടോ? ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. 2-3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. വിവിധ ടോപ്പിക്കിലായിട്ടാണ്. അത് മുഴുവൻ ഇപ്പോൾ ഓർത്തെടുക്കാൻ കിട്ടുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കുറേ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ? സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്. കുറേ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പറ്റുമോ അവരുടെ കൂടെ? ഒരു സ്ഥലമേ ഞാൻ പോയുള്ളൂ, തവനൂർ. അപ്പോൾ അത് വളരെ ഉപകാരപ്രദമാണല്ലേ ഗവൺമെൻറ് സ്കീം? ഉപകാരപ്രദമാണ്. ഓക്കെ ഓക്കെ. എൻ്റെ നിങ്ങൾക്ക് വേറൊരു ആളില്ലേ ഇവിടെ, ഒരു പാർട്ണറില്ലേ? പാർട്ണറുണ്ട്, അജിത് കുമാർ. അതാ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അങ്ങനെ വിളിക്കാം. എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാറുണ്ട്. ഇവിടെ എന്തൊക്കെ കൃഷികൾ ചെയ്യുന്നത്? ഞങ്ങൾ പച്ചക്കറിയാണ് മിക്കവാറും. വെണ്ട, പയർ, ചീര, പിന്നെ ഇളവൻ, പിന്നെന്താ മറ്റേ വാഴയുണ്ടോ? വാഴ കൃഷിയൊക്കെ? വാഴ. പിന്നെ ഞങ്ങളൊരു സ്പെഷ്യൽ സാധനം ഉണ്ടായില്ലേ, എന്തേന്, കുക്കുംബറല്ല, മറ്റേ ഇളവനാണ്. മറ്റേ നൊരയും കുമ്പളം എന്ന് പറയും. അത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതും കൂടിയാണ് നൊരയും കുമ്പളം. പിന്നെ പ്രധാനപ്പെട്ട കൃഷികളൊക്കെ ചേമ്പ്, ചേന, പിന്നെ കപ്പ, പുതിന. അതെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. ശരി. അപ്പോൾ പിന്നെ ഇനി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് കൃഷിനെ പറ്റിയിട്ട്? ഇനി പുതിയ തലമുറയോട് എന്താ പറയണ്ടോ? പുതിയ തലമുറയോട് ലാഭം പ്രതീക്ഷിക്കാതെ കൃഷി ചെയ്തിട്ട്, ജൈവ രീതിയിൽ കൃഷി ചെയ്തിട്ട് ഭക്ഷിക്കുക. ഭക്ഷിക്കാനുള്ളത് സ്വന്തം ഉണ്ടാക്കുകയും ചെയ്യാം. അതാണ് സ്വയം പര്യാപ്തത നേടുക. സ്വയം പര്യാപ്തത. എല്ലാവരും വീട്ടിലും എന്തെങ്കിലുമൊക്കെ കൃഷി തുടങ്ങുക, എന്തെങ്കിലും ചെയ്യാം. ഓക്കെ ഓക്കെ. നിങ്ങൾ ഇത് കൂടാതെ വേറെ എന്തെങ്കിലും കൃഷി ഉണ്ടാകും നാട്ടിലിപ്പോൾ ഇല്ല. അവിടെ സ്ഥലത്തിന് സൗകര്യം കുറവാണ്, അതുകൊണ്ടുള്ള ഒരു പ്രയാസം മാത്രമേ. വെയിലിൻ്റെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ജീവനം ഫാമേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബുണ്ട്. അത് വേങ്ങേരി ബാങ്കിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതാണ്. അവരെല്ലാ സഹായ സഹകരണവും ഉണ്ടാകുന്നുണ്ട്. സാമൂഹ്യ സേവനമാണത്. സാമൂഹ്യ സേവനം. ഓക്കെ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വെള്ളത്തിൻ്റെ ലഭ്യതയൊക്കെ എങ്ങനെയാണ്? വെള്ളത്തിൻ്റെ ലഭ്യത, വെള്ളം ഞങ്ങൾക്ക് ഇവിടെ കിട്ടും. ഒന്നിച്ച് പമ്പ് ചെയ്തിട്ട് തരുന്നതാണ്. ശരി. ഇപ്പോൾ ചാണകം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ജീവാമൃതം അങ്ങനെ കുറേ ജീവാമൃതം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്.
ഓക്കെ. അപ്പോൾ അതൊക്കെ നല്ല വില കിട്ടുന്നുണ്ടോ അതിന്? അല്ലെങ്കിൽ അത്യാവശ്യം വില കിട്ടും, ചില സമയത്ത് അങ്ങോട്ട് മൂവിങ് ഉണ്ടാവില്ല. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ലാഭം പ്രതീക്ഷിച്ചിട്ട് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഇതാണ് ജീവാമൃതം. അതാണ് ഇതിനുള്ള ഗുണം. ഇതിൽ എത്ര ഘടകങ്ങളുണ്ട്? ഇതിൽ 5 ഘടകങ്ങൾ. അത് ശരി, വെരി ഗുഡ്. ഇത് വളരെ എഫക്റ്റീവ് ആണല്ലേ? ആ, അതാണ് മെച്ചുണ്ടാവര്. ഓക്കെ. ഇതാണ് എൻ്റെ പാർട്ട്ണർ അജിത് കുമാർ. അജാർ എന്തെങ്കിലും പറയാനുണ്ടോ വിശദമായിട്ട്? ഇങ്ങനെ എല്ലാവരും പറഞ്ഞ കാര്യങ്ങളല്ല എനിക്കും പറയാനുള്ളൂ. വേറെ എന്ത് പറയാൻ, ഞങ്ങളിങ്ങനെ രാവിലെ വരും, കുറേ പണിയെടുക്കും. ശരീരത്തിനും മനസ്സിനും അങ്ങനെ ഉണ്ട്? ശരീരത്തിനും മനസ്സിനും ചെറുപ്പത്തിലുള്ള ഒരു ശീലം ഇങ്ങനെ തുടർന്ന് വരുന്നു, ചെയ്തു വരുന്നവർ, അത്രേ ഉള്ളൂ. പുതിയ തലമുറയോട് എന്താ പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. പുതിയ തലമുറ ഈ മണ്ണ് തൊടുന്നില്ലല്ലേ? പുതിയ തലമുറൻ്റെ കാര്യം അവർക്ക് മതിയല്ലോ. പുതിയ ഭക്ഷണം, അതായത് ഒരു പുതിയ ഭക്ഷണ സംസ്കാരത്തിൽ കടന്നുപോയി. അപ്പം അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ? ആണ്. ശരി, അപ്പോൾ നിങ്ങളെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതെ, നിങ്ങൾ പ്രധാനപ്പെട്ട സമയം എനിക്ക് വേണ്ടി അനുവദിച്ചതിന് ഞാൻ നന്ദിയുള്ളവനായിരിക്കും. താങ്ക്സ്.